നമസ്കാരം. ക്രൂഡ് ഓയിൽ മേഖലയിൽ സൗദി അറേബ്യ പയറ്റാത്ത പണികളൊന്നുമില്ല. ഓരോ സമയത്തും ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പലതരത്തിലുള്ള പദ്ധതികൾ സൗദി അറേബ്യ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ക്രൂഡ് ഓയിൽ മേഖലയിൽ ഒരു രാജ്യത്തിനും സ്ഥിരമായി ഒരു നിലനിൽപ്പുമില്ല. എന്നാൽ ഇന്ത്യ മാത്രമാണ് ഇപ്പോൾ പല നയതന്ത്രങ്ങളും ഉപയോഗിച്ച് ഈ മേഖലയിൽ മുന്നേറുന്നത്. ലോകത്തെ പ്രധാന എണ്ണ കയറ്റുമതി രാജ്യമായ സൗദി അറേബ്യയ്ക്ക് എണ്ണ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം കുറയുന്നു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സൗദി അറേബ്യയുടെ ജനറൽ അതോറിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട ഡാറ്റയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത്. കഴിഞ്ഞ 4 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ എണ്ണ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം ഇത്രയും കുറയുന്നത് ആദ്യമാണ്. എന്നാൽ ക്രൂഡ് ഓയിൽ മേഖലയിൽ രാജ്യം കിതയ്ക്കുമ്പോൾ വീണ്ടും കുതിച്ചുയരാൻ മറ്റൊരു മാർഗം കൂടെ ഇവർ നോക്കുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രകൃതിയിലെ ധാതു സമ്പത്ത് ഖനനം ചെയ്യാനാണ് സൗദി അറേബ്യയുടെ തീരുമാനം. 2.5 ലക്ഷം കോടി ഡോളറിന്റെ ധാതുക്കൾ സൗദിയുടെ മണ്ണിന് അടിയിലുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അപൂർവ പ്രകൃതി മൂലകങ്ങൾ, അടിസ്ഥാന ലോഹങ്ങൾ, സ്വർണം, ഹോസ്ഫേറ്റ്, ടൈറ്റാനിയം എന്നിവയെല്ലാം സൗദിയുടെ മണ്ണിൽ ഏറെയുണ്ട്. കരുത്തേറിയതും ഭാരം കുറഞ്ഞതുമായ ടൈറ്റാനിയം വ്യോമയാന രംഗത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നോർത്തേൺ ബോർഡർ മേഖലയിൽ 4.6 ലക്ഷം കോടി റിയാലിന്റെ മൂലകങ്ങളാണുള്ളത്. കൂടുതലും ഫോസ്ഫേറ്റ് ആണ്. വാദിൽ ഷിമാലിലെ ഖനനം കൂടി സമ്പൂർണ്ണ തോതിൽ എത്തിയതോടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോസ്ഫേറ്റ് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി സൗദി മാറി. കഴിഞ്ഞ വർഷം സൗദിയുടെ ഖനന വരുമാനം 1700 കോടി ഡോളറാണ്. 2030 ആകുമ്പോൾ 7500 കോടി ഡോളറാക്കി ഉയർത്തുകയാണ് ലക്ഷ്യം. സൗദിയുടെ ധാതു ഖനന മേഖലയ്ക്ക് 2035 ആകുമ്പോഴേക്കും 10,000 കോടി ഡോളറിന്റെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത്. സ്വർണം, ചെമ്പ്, ഫോസ്ഫേറ്റ്, അപൂർവ പ്രകൃതി മൂലകങ്ങൾ, ലിഥിയം എന്നിവ വൻതോതിൽ സൗദിയിലുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ലിഥിയം ഉണ്ടെങ്കിലും ഖനനവും വേർതിരിച്ചെടുക്കലും പ്രയാസമാണ്. എന്നാൽ സൗദിയിൽ ഖനന സാധ്യതയും നിക്ഷേപവും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ഇലക്ട്രോണിക് വാഹനങ്ങൾ, പുനരുപയോഗ ഊർജ്ജ അടിസ്ഥാന സൗകര്യം എന്നിവയ്ക്ക് സൗദിയിലെ ധാതുക്കൾ ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ ധാതു വിഭവങ്ങളുടെ ഹബ്ബായി സൗദിക്ക് മാറാൻ സാധിക്കും. പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതികൾക്ക് സൗദി പ്രാധാന്യം നൽകുന്നുണ്ട്. കൂടാതെ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നു. ഈ 2 കാരണങ്ങൾ സൗദിയിലെ ഖനനവും കയറ്റുമതിയും എളുപ്പമാക്കും. എണ്ണ, ഇതര വരുമാനം, തൊഴിൽ സൃഷ്ടിക്കൽ, പ്രാദേശിക വികസനം എന്നിവ ധാതു ഖനനത്തിലൂടെ സൗദിക്ക് നേടാൻ സാധിക്കുമെന്ന് സാമ്പത്തിക നിരീക്ഷകർ പറയുന്നു. ഖനന രംഗത്ത് ലോകത്ത് ഏറ്റവും മികച്ചു നിൽക്കുന്ന രാജ്യമായി സൗദി മാറിയെന്ന് വിഷൻ 2030 റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഖനന ലൈസൻസ് 90 ദിവസത്തിലധികം നൽകുന്നു എന്നതും സൗദി ഇക്കാര്യത്തിൽ നൽകുന്ന പ്രാധാന്യം എടുത്തുകാട്ടുന്നു. സൗദി അറേബ്യയിലെ ഖനന മേഖലയിൽ 290 കമ്പനികളാണ് പ്രവർത്തിക്കുന്നത്. വേദാന്ത ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇതിൽപ്പെടും. മിക്ക കമ്പനികളും കേന്ദ്രീകരിച്ചിട്ടുള്ളത് സ്വർണം, വെള്ളി, ചെമ്പ്, സിക് എന്നിവയുടെ ഖനനത്തിലാണ്. അപൂർവ പ്രകൃതി മൂലകങ്ങളിൽ ഇനിയുള്ള വർഷം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ സൗദിയുടെ വരുമാനം കുത്തനെ ഉയരുമെന്നാണ് പ്രതീക്ഷ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.